നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ജയിച്ച കളിയാണ് ഇന്ന് ഇൻ്റർ മയാമി പരാജയപ്പെട്ടത്. 3-1 മുന്നിട്ട് നിന്നിട്ട് 4-3 തോൽക്കുക. ശരിയാണ്, മെസ്സി ഉണ്ടായിരുന്നില്ല, സുവാരസ് ഉണ്ടായിരുന്നില്ല, ഒക്കെ ശരി. പക്ഷേ ജയിച്ച കളി എങ്ങനെ തോറ്റു? വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ ഇപ്പോൾ നേരിടേണ്ടി വരികയാണ് ഇൻ്റർ മയാമിയുടെ കോച്ച് ഹാവിയർ മഷറാനോ. മഷറാനോക്കെതിരെ ആരാധകർ കഴിഞ്ഞ കളി തോറ്റപ്പോഴേ രംഗത്തേക്ക് വന്നിരുന്നു. മാത്രമല്ല, ലിയോ മെസ്സിക്കും അതൃപ്തിയുണ്ട് എന്ന തരത്തിലുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തേക്ക് വരികയും ചെയ്തിരുന്നു. ഇപ്പോൾ ഈ കളി തോറ്റതോടുകൂടി മയാമിയുടെ കളി റിപ്പോർട്ട് ചെയ്യുന്ന പല ജേർണലിസ്റ്റുകളും എടുത്തു പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അതിലൊന്ന് ഹാവിയർ മഷറാനോയുടെ സബ്സ്റ്റിറ്റ്യൂഷൻ്റെ കാര്യമാണ്. വളരെ ടെറിബിളായിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂഷനുകളാണ് അദ്ദേഹം നടത്തുന്നത്. കളി അധികം റീഡ് ചെയ്യാതെ നടത്തുന്ന പോലെയാണ് ഫീൽ ചെയ്യുന്നത് എന്ന് മയാമിയുടെ കളി നിരീക്ഷിക്കുന്നവർ പറയുന്നു. ഇന്നിപ്പോൾ നോക്കുക, നന്നായിട്ട് കളി പോയിക്കൊണ്ടിരിക്കുമ്പോൾ അഫോൻസോയെ പിൻവലിച്ച് റെഡൻഡോയെ ഇറക്കി. ഡിഫൻസീവ് മിഡ്ഫീൽഡർക്ക് കളി പിടിക്കാൻ പറ്റിയില്ലെന്ന് മാത്രമല്ല, നല്ല രൂപത്തിൽ കളിച്ചുകൊണ്ടിരുന്ന ഫാൽക്കണിനെ മാറ്റിയിട്ട് നോഹലനെ കളിക്കളത്തിലേക്ക് വിടുന്ന സ്ഥിതിവിശേഷമുണ്ടായി. അതോടുകൂടി കളിയാകെ അവർക്ക് കൈവിട്ടു പോകുന്ന സ്ഥിതിവിശേഷമാണ് സംജാതമായത്. ഇതുമായി ബന്ധപ്പെട്ട് ഫ്രാങ്കോ പെനീസോ വലിയ വിമർശകനാണ്. മെസ്സി അടക്കം അദ്ദേഹം പലപ്പോഴും വിമർശിക്കുന്നത് കണ്ടിട്ടുണ്ട് മയാമിയുടെ കളിയുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇൻ്റർ മയാമി ടാക്റ്റിക്കലി സെക്കൻഡ് ഹാഫിൽ കളി കൈവിടുകയായിരുന്നു. എസ്പെഷ്യലി മഷറാനോ സബ്സ്റ്റിറ്റ്യൂഷൻ ഉപയോഗപ്പെടുത്തിയ ഘട്ടത്തിൽ മര്യാദക്ക് കളി ഓർഗനൈസ് ചെയ്ത് പോയിരുന്ന സെൻറ്റർ ബാക്ക് ഫാൽക്കണെ മാറ്റി. എന്നിട്ട് ടീമിൻ്റെ ആ ഒരു ബാലൻസ് നഷ്ടപ്പെടുത്തുകയാണ് ചെയ്തത്. എന്തായാലും അടുത്ത മത്സരം, വെനസ്ഡേയിലെ മത്സരം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് വാൻകൂവർ വൈറ്റ് ക്യാപ്സിനെതിരെയുള്ള രണ്ടാം പാദ മത്സരമാണല്ലോ, സെമിയിൽ. അതിലേക്ക് ഇതായിരിക്കില്ല കളി എന്ന് പ്രതീക്ഷിക്കാം എന്നാണ് ഫ്രാങ്കോ പനീസോയുടെ റിപ്പോർട്ട്. ഈ പനീസോ നേരത്തെ മെസ്സിക്കെതിരെ ശക്തമായിട്ട് രംഗത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അന്ന് പറഞ്ഞത് ഇൻ്റർ മയാമിയുടെ അറ്റാക്കിംഗ് ബൗസ് ഇൻഡിവിജ്വലിസ്റ്റിക് അല്ല, മറിച്ച് കളക്റ്റീവായിരുന്നു. പക്ഷെ മെസ്സി ഇപ്പം കഴിഞ്ഞ കളിയിൽ അത്ര മികച്ച പ്രകടനമല്ല നടത്തിയത്. LAFCക്കെതിരെയുള്ള കളിയിലും അദ്ദേഹം മികച്ച പ്രകടനമല്ല നടത്തിയത്. $50 മില്യൺ ഒരു വർഷത്തിൽ വാങ്ങുന്നത്, എന്നിട്ട് വേണ്ട വിധത്തിലുള്ള പ്രകടനം നടത്തുന്നില്ല. മെസ്സി ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട സമയമായി എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സിക്കെതിരെ ശക്തമായിട്ട് രംഗത്തേക്ക് വന്നയാളാണ്. ഇപ്പോഴിതാ മഷറാനോക്കെതിരെയും അതുപോലെയുള്ള വിമർശനങ്ങളുമായിട്ട് വരുന്നു. എന്നാൽ മഷറാനോയുടെ കാര്യത്തിൽ കൂടുതൽ ഇൻ്റർ മയാമി ആരാധകരെ ഇപ്പോൾ തുറന്നു പറയുന്നുണ്ട് മഷറാനോ കളി വേണ്ട വിധത്തിലല്ല കൈകാര്യം ചെയ്യുന്നത് എന്ന്. എന്തായാലും വേൾഡ് കപ്പിന് മുമ്പ് എന്തൊക്കെ മാറ്റങ്ങൾ അവർ നടത്തും എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.